ക്രിസ്തുമസ് എന്ന സന്തോഷ സുദിനത്തെ പറ്റി കേൾക്കുമ്പോൾ തന്നെ വിശ്വാസികളുടെ മനസ്സിലെത്തുന്ന ഗാനമാണ് ഓ കം ഓൾ യു ഫെയ്ത്ത്ഫുൾ എന്ന വിശ്വപ്രസിദ്ധമായ ഗാനം. ജോൺ ഫ്രാൻസിസ് വെയ്ഡ് എന്ന ഗാനരചയിതാവ് 1744 ലാറ്റിൻ ഭാഷയിൽ രചിച്ച അസ്റ്റിലെ ഫിദേലിസ് എന്ന ഗാനമാണ് ഓ കം ഓൾ യു ഫെയ്ത്ത്ഫുൾ എന്ന ആംഗലേയ ഭാഷയിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടത്. മലയാളത്തിൽ വിശ്വാസികളെ വാ എന്നാരംഭിക്കുന്ന ഈ ഗാനം കല്ലിമേലിന്റെ ഗാനമണിമുത്തുകൾ ഇവിടെ ഇന്ന് ലാറ്റിൻ, ആംഗലേയ, മലയാള ഭാഷകളിൽ നമുക്കായി പാടുന്നു. ഓ കം ഓൾ യു ഫെയ്ത്ത്ഫുൾ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഇരിക്കാം. 2021 ക്രിസ്മസ് ഗാനസന്ധ്യ ഗ്ലോറിയ 2021. ഈ ഗാനസന്ധ്യ പ്രാർത്ഥനയിലൂടെ തുടക്കം കുറിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പി ഡി ചാക്കോയെ സ്നേഹാദരവുകളോടെ ക്ഷണിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഈ ഭൂമിയിൽ കർത്താവെ അവിടുന്ന് അവതരിച്ചുവല്ലോ. മനുഷ്യപുത്രർക്ക് ഉണ്ടായ ദൈവമായ കർത്താവെ, അവിടുത്തെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ, മനുഷ്യരുടെ ഇടയിൽ പാർക്കുവാൻ, കഷ്ടങ്ങളൊക്കെയും അനുഭവിപ്പാൻ കർത്താവെ അവിടുന്ന് അനുവദിച്ചല്ലോ. അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാകുന്നുവല്ലോ. കർത്താവെ, അവിടുത്തെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഞങ്ങളുടെ രക്ഷയ്ക്കായി. കർത്താവെ, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് അയച്ച യേശു കർത്താവിൻ്റെ ജനന പെരുന്നാൾ കർത്താവെ ആഘോഷിക്കുവാൻ തക്കവണ്ണം ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം കർത്താവെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി ആണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എങ്കിലും കർത്താവെ, ഗാന ശുശ്രൂഷയിൽ കൂടി നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കി തന്ന ഈ വിലയേറിയ അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവെ, ആട്ടിടയന്മാരോട് കർത്താവെ നിനക്ക് മഹത്വം കരയേറ്റുവാൻ തക്കവണ്ണം ഈ ഇവിടുത്തെ കർത്താവ് ഇടവയിലെ കൊയറിൽ കൂടി അവിടുന്ന് സാധ്യമാക്കി തരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിനക്ക് മഹത്വം കരയേറ്റുവാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ കർത്താവെ ആയിരിക്കുന്ന ഈ ലോകത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെയും ഉണ്ട് കർത്താവെ. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി ഞങ്ങളെല്ലാം കടന്നു പോകുന്നു. എന്നാൽ ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ
കർത്താവെ, ഒമിക്രോൺ എന്ന കർത്താവെ മാരകമായ സാംക്രമിക രോഗങ്ങൾ കൂടി ലോകം കടന്നു പോകുന്നു. അനേകർ കർത്താവെ ദിവസം പ്രതി രോഗത്തിൻ്റെ പിടിയിലാകുന്നു. അവയിൽ നിന്നൊക്കെ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ, ലോകത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമായ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുമ്പോൾ കർത്താവായ യേശുവെ, ഞങ്ങളുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും കർണാടകയിലും ഒക്കെയും ക്രിസ്ത്യാനികളെ, വിശ്വാസികളായ ജനത്തെ കർത്താവെ, മറ്റു മതക്കാർ ദൈവമായ കർത്താവെ പീഡിപ്പിക്കുന്ന ഒരവസരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ദൈവമേ, നീ അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കണമേ, നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ, അവരെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിലായിരിക്കുന്ന ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഇടവകയെ മുറ്റും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ കർത്താവെ വർഷം ഞങ്ങളോടൊപ്പം ക്രിസ്മസ് കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന പലരും മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ, ഞങ്ങളെ ഈ ഭൂമിയുടെ പരപ്പിലാക്കി വെച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്നത്തെ ദിവസം ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് വന്നു ചേരുവാൻ രോഗം മൂലം, വാർദ്ധക്യം മൂലം അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാൽ വന്നു ചേരുവാൻ സാധിക്കാത്ത എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായി വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിരിക്കുന്നവർ ക്രിസ്മസ് കാലത്തെ നാട്ടിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചിട്ടും കഴിയാത്തവർ, അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിവിടെ കഴിഞ്ഞ 2 ദിവസം ക്രിസ്മസ് ഹൗസ് വിസിറ്റിൽ കൂടെ കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടവകയ്ക്ക് അവിടുന്ന് സാധിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. അതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട അച്ഛന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും ബലവും ശക്തിയും കൊടുത്ത് കർത്താവെ അച്ഛനെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ദൈവമായ കർത്താവ്, ഇനിയുള്ള റൗണ്ടിലും കർത്താവെ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കർത്താവെ, ഇന്നത്തെ ഈ ഗാന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി കർത്താവെ കഷ്ടപ്പെട്ട, പ്രയാസപ്പെട്ട കർത്താവെ ഗായക സംഘത്തിലെ എല്ലാ അംഗങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ സഹായിക്കണമേ. കർത്താവെ, എന്നെ മുഖ്യ അതിഥിയായി ഞങ്ങൾക്ക് ദൂത് വരുവാൻ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റോയ് ഫിലിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്രിസ്ത്യൻ കോളേജിലെ സ്റ്റാഫും അധ്യാപകനും ഒക്കെ ആയി പ്രവർത്തിക്കുകയാകുന്നല്ലോ. എൻ്റെ മകനെ നീ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. കടന്നു വന്ന എല്ലാ ജനത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളൊന്നും കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് തടസ്സമാക്കി തീർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയായി അനുഗ്രഹിക്കണമേ. ഇടവയിലെ എല്ലാ സംഘടനകളെയും ഓർക്കുന്നു. ഈ കർത്താവെ ശുശ്രൂഷയ്ക്ക് കൊഴുപ്പ് കൂട്ടുവാൻ തക്കവണ്ണം പല സംഘടനകളും കർത്താവെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കൃപ കൂടെ ഇരുന്നവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും നിറയ്ക്കണമേ. ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവസന്നിധിയിലാകുന്നു എന്നുള്ള ബോധത്തോടു കൂടി ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. യുവജനസഖ്യ അംഗങ്ങളെ പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കരോളിൽ കൂടി ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ അവർക്ക് നീ സാധിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ നല്ല ദാനങ്ങളാലും നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുറവുകളൊക്കെ ക്ഷമിക്കണമേ. സകലവും യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു അപ്പച്ച. അകലെ, അങ്ങകലെ നിന്നും ഒരു ഇടയ ഗാനം ഉയരുന്നു. എവിടെ നിന്നാണ് അത്? മലകളെ പുണർന്ന് തുളകമണിയിക്കുന്നു. യെരൂശലേമിൽ ഒരു പുതിയ ജന്മം ഉദയം ചെയ്യുന്നു. കീറ്റുശിലയിൽ ഒരു അത്ഭുത ശിശു. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് സാന്ദ്ര സംഗീതമായി ഒഴുകിയെത്തിയ യേശുവിനെ പാടി നമുക്ക് ആരാധിക്കാം. ഗായക സംഘം ഒന്നായി ചേർന്ന് നമുക്കായി ആലപിക്കുന്നു. അകലെ നിന്നുയരുന്ന ഒരു ഇടയഗാനം. പുണ്യജന്മം
മംഗളം യെരൂശലേം ജീവികൾ സ്വരസാന്ദ്രമായി നിറഞ്ഞുണരും നിലാലോക പുണ്യജന്മം യെരൂശലേം ജീവികൾ സ്വരസാന്ദ്രമായി നിറഞ്ഞുണരും നിലാലോക പുണ്യജന്മം താങ്ക് യു വെരി മച്ച്. ദൈവമയാൽ ഞങ്ങൾ ആരും ക്ലാപ്പ് ചെയ്തില്ല. ദുഃഖമുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങളുടെ ഒരു ക്ലാപ്പിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും കൊടുത്തുകൂടെ ഒരു അഭിനന്ദനം? അതിനൊരു ശക്തിയില്ല. നമ്മളെ ശക്തിയോടെ ഒരു ക്ലാപ്പ് കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി. ക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ച ആ വചനം യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ നിന്ന് 1-ാം പാഠമായി വായിച്ചു കേൾപ്പിക്കുന്നതിനായി ശ്രീ റെനോജ് വർഗീസ് ജോണിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒന്നാം പാഠഭാഗമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 2 മുതൽ 7 വരെ. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു.
നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ധന്യപ്പിക്കുന്നവൻ്റെ വടിയും മിദ്യാൻ്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രം വിറക് പോലെ തീക്ക് ഇരയായിത്തീരുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു എന്നു പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടി സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഇപ്രകാരം 1-ാം പാഠം അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു റെനോ. ഈ ലോകത്തിൻ്റെ പാപങ്ങൾ മായ്ക്കുവാനായി പുൽക്കൂട്ടിൽ ജാതനായവൻ, സ്വർഗലോകത്തിൻ്റെ സ്നേഹപ്രകാശമായി ഇന്നവൻ ജാതനായി. അവൻ മനുഷ്യകുലത്തിൻ്റെ സ്തുതിക്ക് യോഗ്യനാണ്. അവൻ സ്നേഹദീപമാണ്, സമാധാന ദാതാവാണ്. ലോകരക്ഷകനായി പിറന്ന ആ യേശു കുഞ്ഞിനെ നമുക്കും വാഴ്ത്തിപ്പാടാം. ഗായക സംഘം സംഗീതം ആലപിക്കുകയായി. പാതിരാവിൽ ഒരു താരകം, പാതിരാവിൽ ഒരു താരകം. ും
വീശുവാനായിരാ സ്നേഹതാരകം കൂടിരാ കുഞ്ഞുമേളയും കുഞ്ഞിരിക്കും കാഴ്ചയാൽ നൽകിയ പാതിരാവിലും താരകം രാജവീതിയും ദീപമായി മാനവൻ സൂര്യായിര മാർഗദീപമായി മാറവേ ജാതനായവൻ മാനവന ശാന്തിയേക്കും രാത്രിയേ മാനവൻ തന്നെ പാടുകയാ ജാതനായവൻ മാനവന ശാന്തിയേക്കും രാത്രിയേ മാനവൻ തന്നെ പാടുകയാ കാലിൽ പാടുമാറ്റുവാൻ കാലിൽ ജാതനായ സ്നേഹനാളമായി ചേർന്നിര പാലവീതിയിൽ ദീപനാളമായി ജാതനായി പാതിരാവിലും താരകം രാജവീതിയിൽ ദീപമായി മാർഗദീപമായി മാറവേ പാതിരാവിലും താരകം രാജവീതിയിൽ ദീപമായി മാനവൻ സ്തുതിയായിര ആർഗദീപമായി മാറവേ എനിക്ക് തോന്നുന്നു പുരുഷന്മാരാണ് തോന്നുന്നു കുറച്ചുകൂടെ അഭിനന്ദിക്കുന്നതിൽ മിടുക്കരം തോന്നുന്നു. കാരണം ആ സൈഡിൽ നിന്ന് ആദ്യം വലിയ കയ്യടി കേട്ടു. പക്ഷേ ഈ സൈഡിൽ നിന്ന് എൻ്റെ ചെവിയുടെ പ്രശ്നമാണോന്ന് അറിയത്തില്ല, കുറച്ചേ കേട്ടുള്ളൂ. അങ്ങനെയാണ് ശക്തിയോടെ ഒന്നുകൂടെ കൊടുക്കാം. എന്ത് മനോഹരമായിട്ട് ഒരു പാടി അല്ലേ. സ്വാഗതം, സുസ്വാഗതം. കർത്തൃനാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ഇടവക സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ സാബു ജോർജിനെ സ്വാഗതം ചെയ്യുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ നമ്മുടെ പ്രിയ വികാരി ചാക്കോ തോമസ് അച്ഛൻ ഇന്ന് മുഖ്യ സന്ദേശം നൽകുന്നതിനായിട്ട് കടന്നു വന്നിരിക്കുന്ന ശ്രീമാൻ റോയ് ഫിലിപ്പ് അവർകൾ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് വീണ്ടും ഒരു ക്രിസ്മസ് കൂടി ആഘോഷിക്കുന്നതിന് ദൈവം ഇടയാക്കി. ഏറെ അനിശ്ചിതത്വത്തിന് നടുവിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നതെങ്കിലും കുറേ മാറ്റങ്ങൾ, ഇളവുകൾ ലഭിക്കുകയും നമുക്ക് മുൻ വർഷത്തേക്കാൾ പങ്കാളിത്തത്തോടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് ദൈവം കൃപ ചെയ്തു. അതിന് ഇടയാക്കിയ ദൈവനാമത്തിന് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. നമ്മുടെ ക്രിസ്മസ് ആഘോഷം നമ്മളെല്ലാവരും വളരെ ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഇന്നിവിടെ ആയിരിക്കുന്നത്. വളരെ മനോഹരമായി ദേവാലയം അതിനായിട്ട് ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ അവരുടെ ഏറെ രാത്രികളിലെ അധ്വാനമാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ മനോഹാരിതയായിട്ട് ഇവിടെ കാണുന്നത്. കുഞ്ഞുങ്ങളോട് ഇടവകയുടെ സ്നേഹം അറിയിക്കട്ടെ. അതുപോലെ തന്നെ ശ്രുതിമധുരമായിട്ട് നമുക്ക് ഗാനങ്ങൾ ആലപിക്കുന്നതിന് അതേപോലെ തന്നെ ഏറെ നാളത്തെ പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. തുടക്കം മുതലേ നമ്മൾ ഈ ഗാനങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ഏറ്റവും ആകർഷണമെന്ന് പറയുന്നത് കരോളാണ്. ഗായക സംഘത്തെയും അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ
2 ദിവസമായി നമ്മുടെ ഇടവകയിലെ ഭവനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ശേഷിക്കുന്ന ഭവനങ്ങൾ ഈ വരുന്ന ദിവസം നാളെ സന്ദർശിക്കുവാനായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും സ്നേഹം, സഹകരണം നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ കരോൾ സർവീസ് ക്രമീകരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്, അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇടവക വികാരി ചാക്കോ തോമസ് അച്ഛനാണ്. ഇന്നലെ രാത്രി ആരംഭിച്ച് ഇന്ന് വെളുപ്പിന് അവസാനിച്ച കരോൾ റൗണ്ട്സിൻ്റെ ക്ഷീണം ഒന്നും വകവയ്ക്കാതെ അച്ഛൻ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോട് ഉള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി വളരെ ഹൃദ്യമായി അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകുന്നത് ശ്രീമാൻ റോയി ഫിലിപ്പ് അവർകളാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു, ഗസ്റ്റ് അധ്യാപകനായിട്ട്. ഇപ്പോൾ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ ഓഫീസിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. എന്നാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഓരോ മാർത്തോമാക്കാരനും ഓരോ സുവിശേഷകൻ എന്നുള്ള ആ ലക്ഷ്യം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആവണം. മാർത്തോമാക്കാരെന്നല്ല, ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കുന്ന സുവിശേഷമായിട്ട് മാറണം. അതാണ് ഇന്നിൻ്റെ ആവശ്യം. അതിന് മാതൃകയായി സുവിശേഷം കരത്തിൽ ഏന്തിയിരിക്കുന്ന, നമുക്കിന്ന് ആവശ്യമായ ക്രിസ്തുമസ് ദൂത് നൽകുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയ റോയി ഫിലിപ്പ് സാറിനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വിവിധ ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പി ഡി ചാക്കോച്ചായൻ പ്രാരംഭ പ്രാർത്ഥന നടത്തി. ശ്രീ അനു സാമുവേൽ കോമ്പയർ ചെയ്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ 1-ാം പാഠഭാഗം ശ്രീ റനോജ് വായിച്ചു. 2-ാം പാഠം വായിക്കുന്നത് കുമാരി അന്ന റേച്ചൽ മാത്യു ആണ്. ഇവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നത് ഇടവകയുടെ ട്രസ്റ്റി ശ്രീ ജോൺ ടി വർഗീസാണ്. റജിയെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നമ്മുടെ അംഗങ്ങളാണ് എന്നതുകൊണ്ട് സ്വാഗതത്തിന് കുറവ് വരുത്താൻ പാടില്ല. ഇന്നത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗായക സംഘമാണ്. ഗായക സംഘ അംഗങ്ങളെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഇടവകയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഗായക സംഘത്തിന് പരിശീലിപ്പിക്കുകയും അതുപോലെ ഇന്ന് കീബോർഡ് വായിക്കുകയും ചെയ്യുന്നത് ശ്രീ റിജോ ജോഷുവാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നമ്മളെ ഈ കാര്യത്തിൽ സഹായിച്ച റിജോയെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശബ്ദം ക്രമീകരിക്കുന്നത് പതിവ് പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് കുട്ടിയുടെ ടീമാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ ഇന്നും നമ്മെ സഹായിക്കുന്നു. വളരെ നന്നായിട്ട് ശബ്ദ ക്രമീകരണങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് നമുക്കിത് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ ഈ കരോൾ സർവീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യേണ്ടതാണ്. അതുപോലെ വിശേഷപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ സമയപരിമിതി മൂലവും അതിന് ശ്രമിക്കുന്നില്ല. അത് ശ്രമകരമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുമസ് നമുക്ക് ദൈവം നൽകിയതാണ്. മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ടാണ് ക്രിസ്തു ലോകത്തിൽ വന്നത്, ക്രിസ്തുവിനെ ലോകത്തിന് തന്നത്. അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് ക്രിസ്തുവിനെ നമുക്കായിട്ട് തന്നത്. അത് ലോകത്തിൻ്റെ പാപം, നമ്മുടെ പാപം, അതിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തെറ്റ് മനുഷ്യ സഹജമാണ്. ഈ ഒരു സ്വാതന്ത്ര്യം, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തോടെയാണ് നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് ദൈവം തന്നു. തെറ്റും ശരിയും നമ്മുടെ മുൻപിലിരിക്കുകയാണ്. അതിൽ ശരി തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിൻ്റെ ശരിയുടെ ഭാഗത്ത് നിലകൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം.
തെറ്റ് പറ്റാത്തവരില്ല, തെറ്റ് പറ്റും. അറിയാതെ പറ്റുന്ന തെറ്റ് ഒരുപക്ഷെ അബദ്ധമാവും. അത് തിരിച്ചറിഞ്ഞ് വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് പാപമായിട്ട് മാറും. നമ്മൾ തിരിച്ചറിയാനും പാപം ഒഴിഞ്ഞ് ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. പാപത്തിൽ നമ്മെ വീണ്ടെടുക്കുവാൻ വന്ന ക്രിസ്തുവിനെ ദുഃഖിപ്പിക്കുന്നവരായി മാറാതെ ആ സന്ദേശം ഏറ്റെടുക്കുന്നവരായി ഈ സമൂഹത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നവരായി മാറുവാൻ ഈ ക്രിസ്തുമസും തുറന്നുള്ള നമ്മുടെ അനുഭവങ്ങളും ഇടയാക്കട്ടെ എന്ന് ആശംസിച്ച് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ക്രിസ്തുമസ് ആശംസിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കട്ടെ. താങ്ക് യു സൗചാരിയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മുടെ തുറവ് ഭാഗത്ത് കുറച്ച് തിരക്കുണ്ട് എന്ന് ഇവിടെ നിന്ന് നോക്കുമ്പം മനസ്സിലാകാം. പക്ഷേ മുൻഭാഗത്ത് ധാരാളം ബെഞ്ചുകൾ വേക്കൻ്റായിട്ട് കിടപ്പുണ്ട്. എസ്പെഷ്യലി നമ്മുടെ കൊയറിൻ്റെ ബെഞ്ചസൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബാക്കിൽ ഇടിച്ചൊങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ വന്നിരിക്കാൻ. മുൻപിൽ കുറേ സീറ്റ്സ് അവൈലബിൾ ആണ്, അവിടെയും വന്നിരിക്കാൻ. അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പോകാം. സ്വർണ്ണ ചിറകേറി വരുന്നത് ഞങ്ങളുടെ തകർന്ന മനസ്സുകളെ സുഖപ്പെടുത്തുന്നവനാണോ? നിനക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാം, നിനക്കുറങ്ങുവാൻ ഞാനൊരു കീർത്തനം ആലപിക്കാം. ഒരൽപ്പം സ്നേഹത്തിനായി കാത്തിരിക്കുന്ന കുരുന്ന ജീവിതങ്ങളെ നീ സ്നേഹത്താൽ ഒന്ന് ആശ്ലേഷിക്കുമോ? എൻ്റെ ജീവിതം നിനക്കായി ഞാൻ അർപ്പിക്കുന്നു. ഗായക സംഘത്തിന്റെ വെള്ളിത്താലത്തിൽ നിന്നും സ്വരമാധുരിയുടെ മറ്റൊരു സംഗീത ശില്പം കൂടി നമ്മളെ തൊട്ടുണർത്തുകയാണ്. കുരുന്നു പൈതലേ കുരുന്നു പൈതലേ എന്ന അനുഗ്രഹീത ഗാനം നമുക്ക് കേൾക്കാം.
ഹലോ, നന്നായിരുന്നു നിങ്ങളുടെ പാട്ട്. താങ്ക് യു വെരി മച്ച്. വിദ്വാൻമാർ പുതിയ രാജാവിനെ കാണുവാൻ കിഴക്കു നിന്നുമെത്തി എന്ന് സുവിശേഷൻ എഴുതിയ ആ ഭാഗം കുമാരി അന്ന റേച്ചൽ മാത്യു രണ്ടാം പാഠമായി നമ്മെ വായിച്ചു കേൾപ്പിക്കുന്നു. Second reading is taken from St. Luke chapter 2 verses 9 to 14. St. Luke chapter 2 9 to 14. An angel of the Lord appeared to them, and the glory of the Lord shone around them, and they were terrified. But the angel said to them, "Do not be afraid. I bring you good news that will cause great joy for all the people. Today in the town of David, a Savior has been born to you. He is the Messiah, the Lord. This will be a sign to you. You will find a baby wrapped in clothes and lying in a manger." Suddenly a great company of the heavenly host appeared with the angel, praising God and saying, "Glory to God in the highest heaven, and on earth peace to those on whom his favor rests." Here ends the first and second reading. താങ്ക് യു അന്നക്കുട്ടി. സ്വർഗത്തിന്റെ നായകൻ, നിത്യജീവന്റെ ദാതാവ്, സർവചരാചരങ്ങളുടെയും പരിപാലകൻ, സൈന്യങ്ങളുടെ നാഥനായവന്റെ ഏകപുത്രൻ, ദാ അവനു വേണ്ടി താരങ്ങൾ വഴികാട്ടുന്നു. രാജാക്കന്മാരും ആട്ടിടയന്മാരും യേശു എന്ന നാഥനെ കാണുവാൻ വെമ്പൽ കൊള്ളുന്നു. നമുക്കും സകല വാദ്യോപകരണങ്ങളുമായി ഈ ജീവനായകനെ വാഴ്ത്തിപ്പാടാം. ഒരു രാത്രി ഇതാ ഏറ്റവും ശാന്തമായി ഗായക സംഘം മറ്റൊരു സുന്ദരഗാനം ആലപിക്കുകയായി. ജനനം
താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമല്ലേ ജനനം ജനനം ജനനം. നമ്മൾ വീണ്ടും വീണ്ടും പാടുവാൻ ഇങ്ങനെ ആഗ്രഹിക്കും ഈ പാട്ടുകളൊക്കെ. മൂളിക്കോട് നമ്മൾ പോകും. അങ്ങനെയെങ്കിൽ നല്ല മനോഹരമായൊരു ഗാനം വീണ്ടും കേട്ടു. ബഹുമാനപ്പെട്ട ചാക്കോ തോമസ് അച്ഛൻ അനുഗ്രഹീതനായ ഒരു സംഘാടകനും ശക്തനായ ഒരു ആത്മീയും, കൂടാതെ ഈ പാൻഡമിക് ടൈമിൽ നമ്മുടെ ഇടവകയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഇന്ന് ഈ സുദിനത്തിൽ ഗ്ലോറിയ 2021 എന്ന ഈ ക്രിസ്മസ് ഗാനസന്ധ്യയ്ക്ക് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നു. അച്ഛനെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി സ്നേഹാദരവുകളോടെ ക്ഷണിക്കുന്നു. ഈ കരോൾ സർവീസിൻ്റെ മുഖ്യ സന്ദേശം നൽകുന്ന ശ്രീ റോയ് ഫിലിപ്പ് അവർ, ഇടവക ജനങ്ങൾ, ഇടവക ചുമതലക്കാർ, പാട്ടുകൾ പാടി പഠിച്ച് ഈ ഗാനസന്ധ്യയെ അനുഗ്രഹമാക്കുന്ന ഗായസംഘം, അതോടൊപ്പം സൺഡേ സംഘടനകളുടെ സൺഡേ സ്കൂൾ സിറിയ സംഘം, സീനിയർ ഫോറത്തിൻ്റെ അവരുടെ ചെറിയ സ്കിറ്റും പരിപാടികളും ഒക്കെ ചേർത്തിട്ടുണ്ട്. അനുഗ്രഹീതമായ ഒരു രാത്രിയാണ് നാം ഇന്ന് ഇവിടെ ചെലവഴിക്കുന്നത്. We are celebrating of the birth of Jesus Christ. നമ്മുടെ വീട്ടിൽ ഒരാളുടെ ജനനത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ഭവനത്തിൽ മാതാപിതാക്കൾക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന സുദിനമാണ്. അതിനേക്കാൾ അപ്പുറമായിട്ട് ലോകത്തിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ലോകത്തിൽ അവതരിച്ച കർത്താവിനെ ജന്മദിനം ആഘോഷിക്കുന്ന സുദിനമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. സ്വർഗം വെടിഞ്ഞ് ഭൂമിയിൽ അവതരിച്ച കർത്താവിനെ വീണ്ടും അനുസ്മരിക്കുകയും ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ആഗീകരണം ചെയ്യേണ്ടതും ആവശ്യമാകുന്നു. കഴിഞ്ഞ വർഷം കോവിഡിൻ്റെ പശ്ചാത്തലമായതുകൊണ്ട് ചുരുങ്ങിയ രീതിയിലൊക്കെ ആയിരുന്നു കരോൾ സർവീസ് നടത്തിയിരുന്നാലും നമ്മൾ നിർത്തിയില്ല, എല്ലാം ചെയ്യുവാനായിട്ട് സാധിച്ചു. What is the meaning of a Christmas? It is an event. It is divided into two parts. Historical event. AD എന്നും BC എന്നും രണ്ടായിട്ട് ചരിത്രത്തെ തിരിച്ച സന്ദർഭമാണ് യേശുക്രിസ്തുവിൻ്റെ തിരുജനനം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ അകന്നു ജീവിച്ച മനുഷ്യനെ സ്നേഹത്തിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്നതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസ് നമുക്ക് ഏറ്റവും സന്തോഷകരം തരുന്ന ഒത്തിരി അനുഭവങ്ങളാണ്. ഫേസ്ബുക്കിൽ കൂടെയും വാട്സപ്പിൽ കൂടെയും ലോകം മുഴുവനും നടക്കുന്ന ഗായ സംഘങ്ങൾ പാടുന്ന പാട്ടുകൾ നമ്മുടെ വിരൽത്തുമ്പിൻ്റെ ലഭിക്കും. ലോകത്തെവിടെയുമുള്ള രുചികരമായ കേക്ക് കണ്ട് ഓർഡർ ചെയ്താൽ ഭവനത്തിൽ എത്തിക്കും. അതോടൊപ്പം ഗ്രീറ്റിംഗ്സ് അയക്കും. നല്ല ആഹാരമൊക്കെ പാചകം ചെയ്യും. പുറമേയുള്ള ആഘോഷങ്ങൾ, ആർഭാടങ്ങൾ ഒക്കെ കാണുവാനും ഒക്കെയാണ് പലപ്പോഴും ഇന്ന് പള്ളിയിൽ ക്രിസ്മസ് കരോൾ സർവീസാണ്. പാട്ടിൻ്റെ മീനിങ്ങിനേക്കാൾ കൂടുതൽ പള്ളി എത്രമാത്രം അലങ്കരിച്ചിട്ടുണ്ട്, അതിനകത്ത് ഏതെല്ലാം മനോഹാരിതമായിട്ടുണ്ട് എന്ന് നോക്കുന്നതായ ഒരു സന്ദർഭം കൂടിയാണ് ഈ കാലഘട്ടം. ഓരോ നാളുകളും ഓരോ വർഷം കഴിയും തോറും മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന ഭയാനകമാകുന്ന അന്തരീക്ഷത്തിൽ കൂടിയാണ് ഈ ലോകം മുൻപോട്ട് പോകുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പറഞ്ഞു, ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷങ്ങളൊക്കെ നല്ലത് തന്നെ. ആഘോഷം കൂടുന്തോറും മാസ്കും അതോടൊപ്പം തന്നെ സോഷ്യൽ ഡിസ്റ്റൻസും ഒക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഒമിക്രോൺ എന്ന് പറയുന്ന രോഗം
കേരളത്തിലും പല ജില്ലയിലും ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് 5 പേരായി, പത്തനംതിട്ട 1 ആലപ്പുഴ 1 ഇത് പെട്ടെന്നുള്ള ഒരു സാംക്രമികം. എന്നാൽ മറ്റേതിന് പോലെ വാക്സിൻ എടുത്തുകൊണ്ട് അത്രയും ഭീകരത ഉണ്ടാകത്തില്ല. എന്നാൽ നമ്മളൊക്കെ വളരെ സൂക്ഷിക്കണം, നമ്മളെ തന്നെ നിയന്ത്രിക്കണം. സന്തോഷമൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ക്ഷയിക്കാനോ കൊടുക്കണം, സൂക്ഷിച്ചൊക്കെ കൊടുക്കാവും. നല്ലത് തന്നെ, അല്ലെ പിന്നെ കോവിഡിനെ കൊണ്ടുപോയി വീട്ടിൽ പോയിരിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളിനെ കാണാൻ പോയി. ആള് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞു ഞാൻ ക്വാറന്റൈനിലായിരുന്നു, എനിക്ക് കോവിഡായിരുന്നു. ഞാൻ പറഞ്ഞു നേരത്തെ എന്താ ഇത് പറയാൻ? എനിക്ക് പ്രശ്നമില്ല, 2 ആഴ്ച കഴിയുകയും ചെയ്തു. അങ്ങനെ ഒരു രോഗത്തിൻ്റെ ഒരു വർധനവിൽ മനുഷ്യനതിനോടും വലിയ പേടിയും ഒക്കെ മാറിപ്പോയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഈ രോഗത്തിൻ്റെ ഒരു വകഭേദങ്ങളൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ നമ്മളെ തന്നെ നിയന്ത്രിക്കുകയും നമ്മുടെ നിയമങ്ങൾ പാലിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ക്രിസ്മസിൻ്റെ സന്ദേശം പുറമേയുള്ള ആഘോഷങ്ങൾ, അലങ്കാരങ്ങൾ, മധുരപരമായ ആഹാരങ്ങൾ ഒക്കെ നാം ആസ്വദിക്കുകയും ഒക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റിയൽ ലൈഫ്? എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് പറയുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചതിൻ്റെ പ്രത്യേകത എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്പേസ് കിടപ്പുണ്ട്. നമുക്കെല്ലാവർക്കും ഓരോ സ്പേസ്, ഓരോ തുരുത്തുകളുണ്ട്. അത് ഓരോരുത്തർക്കും ആർക്കും കണ്ടുപിടിക്കുവാനും ഐഡൻറ്റിഫൈ ചെയ്യുവാനും പ്രയാസമാണ്. എന്നാൽ പല സ്പേസുകളെ ഈ ക്രിസ്തുവിൻ്റെ തിരുജനന പിറവിയോട് ചേർന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ സ്പേസ് ഫുൾഫിൽ ചെയ്യുവാൻ ഭൂമിയിൽ അവതരിച്ച ക്രിസ്തുവിനെ ഉള്ളത്തിൽ കൈക്കൊള്ളുമ്പോൾ അതാണ് യഥാർത്ഥമായ സന്തോഷം. ലോകം തരാത്ത വലിയ സന്തോഷം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആ സന്തോഷമാണ് നാം പങ്കുവയ്ക്കുന്നത്. അത് ലഭിച്ച സന്തോഷം നമ്മൾ തന്നെ മാത്രം അനുഭവിക്കുന്നതല്ല. ഇംഗ്ലീഷിൽ 3 ആൽഫബറ്റ്സ് ആണല്ലോ, JOY. J stands for Jesus Christ. യേശു ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്നതായ സന്തോഷം. 2 O stands for others. കർത്താവ് നമുക്ക് ലഭിക്കുന്ന സന്തോഷം അത് പൂർണ്ണമാകണമെങ്കിൽ നാം വസിക്കുന്ന സമൂഹത്തിലെ ആളുകൾക്കുമായി പങ്കുവയ്ക്കുന്ന അനുഭവമായി തീരണം. 2 മൂന്നാമതായി Y stands for yourself. മൂന്നാമതായിരിക്കണം ഞാനും നിങ്ങൾക്കും സ്ഥാനമുണ്ടാകേണ്ടത്. അപ്പോൾ എത്രയോ വിശാലമായി യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലൊരു സ്പേസ് കൊടുത്ത് മറ്റുള്ളവരെ സന്തോഷം പകരുവാനും അതിൽ കൂടി ഞാൻ തന്നെ മൂന്നാമതായി മാറി അനുഭവിക്കുന്ന സന്തോഷമാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഈ ക്രിസ്മസിൻ്റെ ഈ കരോൾ റൗണ്ട് സർവീസിൽ എനിക്ക് പറയാനായിട്ടുള്ളത് ബാഹ്യമായിട്ടുള്ളതെല്ലാം നല്ലതാണ്, എല്ലാം നല്ലത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇവരൊക്കെ പാട്ട് പാടി കഴിയുമ്പോൾ പറയും ഗുഡ് 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 എന്നൊക്കെ പറയും. ചുമ്മാ അത് പലതും കേട്ടിട്ട് പോലും ഇല്ല. പിന്നെ അവരെ ക്ഷയിക്കാൻ കൊടുത്ത് ചെക്ക് പോകും. അവർ ആയിരിക്കും വലുതായിട്ടൊന്നും പഠിച്ചുമില്ല, പക്ഷേ ഇത്രയും തന്നെ പഠിച്ചപ്പോൾ തന്നെ ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ അവർ പാടിയ പാട്ടിൻ്റെ ആ ഈരടികൾ എത്രമാത്രം എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും അനുഗ്രഹമാകുന്നത്. അത് നമുക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ഇടവക പ്രായത്തിലും പക്വതയിലും അറിവിലും എല്ലാം 1-ാം സ്ഥാനത്തുള്ള ഇടവകയാണ്.